വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് നമ്മളുടെ അമ്മമാർ നമ്മെ ഉദരത്തിൽ വഹിച്ചത് മുതൽ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അമ്മയിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന നന്മകളിൽ വളരെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത് വചനം പറയുന്നത്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നത്. അമ്മയെ ഞാൻ മഹത്വപ്പെടുത്തുന്നയാളാണെങ്കിൽ ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ ഞാൻ നിക്ഷേപം കൂട്ടിവെക്കുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് ഇത് സ്വർഗത്തിൻ്റെ വാഗ്ദാന വചനമാണ്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നുവെന്ന്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 9-ാം വചനം പറയുന്നുണ്ട്, അമ്മയുടെ ശാപം മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന്. ഞാൻ നിക്ഷേപം കൂട്ടിവെക്കുന്നയാളാണോ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയുടെ സുരക്ഷിത മേഖലയുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളുടെയും അടിത്തറ തകർക്കുന്ന വ്യക്തിയാണോ? എൻ്റെ അമ്മ എന്നെ ഉദരത്തിൽ വഹിച്ച നിമിഷം മുതൽ തുടർന്നുള്ള വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അമ്മയിലൂടെ എനിക്ക് കൈവന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അമ്മയുടെ നന്മകൾ മുഴുവൻ എന്നിലേക്ക് പകർത്തിത്തന്ന അമ്മയുടെ ജീവിതം തന്നെ അമ്മ എനിക്ക് സമർപ്പിച്ച അമ്മയിലൂടെ കൈവന്നിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹങ്ങൾ വളർന്നു വരുമ്പോൾ മക്കൾ യാതൊരു സംശയമില്ലാതെ അത് നിശേഷം വിസ്മരിക്കുന്നുണ്ട് എന്നുള്ള സത്യം ആരും അത്ര ഗൗരവതരമായി ചിന്തിക്കുന്നില്ല. അമ്മയുടെ നന്മകൾ മുഴുവൻ, അമ്മയുടെ സമയങ്ങൾ മുഴുവൻ, അമ്മയ്ക്ക് എന്തെല്ലാം നന്മകളുണ്ടായിരുന്നു ആ നന്മകളെല്ലാം നമ്മളിലേക്ക് പകർന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് നല്ലപോലെ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി അമ്മ സഹിച്ച പങ്കും അമ്മ സഹിച്ച ത്യാഗവും വഹിച്ച പങ്കുമൊക്കെ എത്ര വലിയ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്ര വലിയ ത്യാഗമാണ് അമ്മ നമുക്ക് വേണ്ടി സഹിച്ചിരിക്കുന്നത്. അമ്മമാരിലൂടെ കുടുംബവും സമൂഹത്തിനും രാഷ്ട്രത്തിനും വളരെയേറെ നന്മയുണ്ടായിട്ടുണ്ട്. ഒരു അമ്മ എന്ന് പറയുന്ന നന്മയും തിന്മയും നട്ടുവളർത്തുന്ന നെൽമണിപ്പാടമാണെന്നാണ് കവി പാടിയത്. നന്മയുണ്ട്, എത്ര വലിയ നന്മയും ഈ അമ്മയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയും, നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അമ്മയെ എത്രമാത്രം അതിനെ വിശ്വസിക്കുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്ന നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ഈ നിക്ഷേപം എന്ന് പറയുന്നത്, നിക്ഷേപങ്ങൾ എന്താ ശരിക്കും നിക്ഷേപിക്കുന്ന മുന്നോട്ട് വൻ തലമുറയ്ക്ക് വേണ്ടിയും ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ക്ഷാമകാലത്തിന് വേണ്ടിയും ഒരാവശ്യം വരുമ്പോഴത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വലിയ നിക്ഷേപത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുകയാണ്. അമ്മയെ മഹത്വപ്പെടുന്ന വ്യക്തി വലിയ നിക്ഷേപത്തിൻ്റെ ഉടമയായി മാറുക. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4:4 പറയുന്നുണ്ട്, മകനെ, നീ ഉദരത്തിൽ വഹിച്ചിരുന്ന കാലത്ത് അമ്മ നിനക്ക് വേണ്ടി നിന്നെ സംരക്ഷിക്കേണ്ടി വളരെയേറെ അപകടങ്ങളിലൂടെയാണ് കടന്നുപോയത്. അപകടങ്ങളെ നേരിട്ട് അതിൽ നിന്ന് അതിജീവിച്ച് നിന്നെ സംരക്ഷിച്ചതെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അമ്മ എന്തെല്ലാം കഷ്ടപ്പാടിലൂടെ, ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ, ഏതെല്ലാം ദുഃഖദുരിതത്തിലൂടെയാണ് എന്നെ ഉദരത്തിൽ വഹിച്ചതെന്ന് മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അമ്മയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം അത് വളരെ ആത്മാർത്ഥമായി ഓർക്കുന്നത് വളരെ നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വചനം പറയുകയാണ്, അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. അമ്മയുടെ അനുഗ്രഹം മുഴുവൻ ഒട്ടും കുറവ് വരാതെ അമ്മ ആ മക്കളിലേക്ക് പകരാൻ കാണിച്ച ആ ആത്മാർത്ഥതയെന്ന്, അതാണ് അമ്മയുടെ സ്നേഹത്തിന് ഒപ്പം എത്താൻ അത് എങ്ങനെ പറഞ്ഞൊപ്പിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അമ്മയുടെ സ്നേഹമെന്ന് പറയുന്നത് അത്ര, അമ്മയിലൂടെ ഉണ്ടാക്കിയ നന്മകൾ പല ആരും പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ അമ്മയിൽ ഞാൻ പഠിച്ച എൻ്റെ അമ്മയുടെ അനുഗ്രഹമായി, എൻ്റെ അമ്മയുടെ നന്മകളാണെന്ന്. അപ്പോൾ അമ്മയുടെ നന്മകൾ മക്കളിലേക്ക് പകരുന്നു എന്നുള്ളത് എത്രയോ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അമ്മമാരെ എത്രയോ കരുതലോടെ മക്കളെ ഒന്ന് സംരക്ഷിക്കുന്നത്. അതല്ലേ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ തോബിത്ത് 4:4 കണ്ടത്. ഈ അനുഗ്രഹമെല്ലാം മക്കളിലേക്ക് പകരുവാൻ അമ്മമാർ വഹിക്കുന്ന പങ്കിന് അവർക്ക് എങ്ങനെ പ്രത്യുത്തരമാണ് മക്കൾ കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ അതിൻ്റെ 20-ാം വചനം പറഞ്ഞ്, ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ള സകലതിൻ്റെയും മാതാവാണ്. അപ്പം ഈ അമ്മയിലൂടെ ജീവനുള്ളതിൻ്റെ സകലതിൻ്റെയും മാതാവാകുവാനുള്ള തുടർ അനുഗ്രഹം അമ്മമാർക്കാണ് ലഭിച്ചത്. ഹവ്വായിലൂടെ ലഭിച്ചത് തുടർന്ന് വരുന്ന അമ്മമാർക്ക് ലഭിച്ചു. അതുകൊണ്ട് അമ്മയുടെ ഈ അനുഗ്രഹം മക്കൾ വേണ്ടതുപോലെ
അത് കൃപയായി സ്വീകരിച്ചാൽ സ്വർഗരാജ്യത്തിന് വലിയ സമ്പന്നതയായി മാറും. അതുകൊണ്ട് നമ്മൾക്ക് ദൈവം നല്ല അമ്മമാരെ നൽകി നമ്മളെ ഈ രൂപത്തിലൊക്കെ ആകുവാൻ ദൈവം മെനഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറയാം. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അമ്മയെ നമ്മൾ വളരെയേറെ മഹത്വപ്പെടുത്തണമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. നമുക്ക് നിക്ഷേപം കൂട്ടിവയ്ക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു വഴിയാണത്. ആ നിക്ഷേപം നമുക്ക് കൂട്ടിവയ്ക്കുകയും അത് പ്രായോഗിക ജീവിതത്തിലേക്കും തലമുറകളിലേക്കും പ്രായോഗിക ജീവിതത്തിലേക്കും അത് അനുഭവമായി മാറുന്നതിന് വേണ്ടി അമ്മയെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്താം. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.